അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സമസ്തയുടെ മദ്രസകളിൽ 3-ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ വാർഷിക പരീക്ഷയുടെ ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് വായിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്ന് വായിക്കാം. ആദ്യമായി, നഅദ്ദുൽ അഷ്യാഅ വനക്തുബുഹാ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാ ഫിൽ മിസാൽ. താഴത്തെ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ വസ്തുക്കൾ എണ്ണി നോക്കിയിട്ട് നമ്പറുകൾ എഴുതുക. അതുപോലെ അതിന്റെ അക്ഷരത്തിൽ എഴുതാനാണ്. ഒന്നാമത്തെ കോളം അൽ അഷ്യാ, ഓരോ വസ്തുക്കൾ ഉണ്ട്, അത് എണ്ണി നോക്കുക. ബിൽ അർഖാമി എന്നുള്ളിടത്ത് എത്ര എണ്ണാന്ന് അക്കത്തിൽ എഴുതാം. ബിൽ ഹുറൂഫി എന്നുള്ളിടത്ത് അക്ഷരത്തിൽ എഴുതേണ്ടത്. നോക്കൂ, ഇവിടെ 6 സാധനങ്ങളാണ്. 6 നെയ്ത് എണ്ണി നോക്കിയിട്ട് 6 എണ്ണം. 6 എന്താ പറയാ? സിത്തത്തുൻ, അക്ഷരത്തിൽ എഴുതി. അടുത്തത് 11 ഉണ്ട്. അതില് എങ്ങനെ 11 എഴുതാ? അക്ഷരത്തില് ഇഹിദ അഷറ. അടുത്തതില് വീണ്ടും 6 എണ്ണം. അതെങ്ങനെ പറയാ? സിത്തത്തുൻ. എണ്ണി നോക്കിയിട്ട് 7 എണ്ണം. എങ്ങനെ? സബഅത്തുൻ. പിന്നീട് 12 എണ്ണാണ്. അങ്ങനെ 12 പറയാം, ഇസ്നാ അഷറ. രണ്ടാമത്തെ പ്രവർത്തനം നുഇദ്ദുൽ അസ്ഇലത കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഐനൽ കിതാബു, കിതാബ് എവിടെ? പുസ്തകം എവിടെ? അൽ കിതാബു ഫിൽ ഹഖീബത്തി, പുസ്തകം ബാഗിലാണ്. അൽ കിതാബു ഫിൽ ഹഖീബത്തി, പുസ്തകം ബാഗിലാണ് എന്നുള്ള എങ്ങനെ ചോദ്യം ഉണ്ടാക്കും? ഐനൽ കിതാബ്, പുസ്തകം എവിടെ? അതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. ഓരോ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നോക്കൂ. ലാലിക ദീക്കുൻ, അതൊരു പൂവൻ കോഴിയാണ്. അപ്പൊ എന്താ ചോദിക്ക? മാതാലിക, അതെന്താണ്? ലാലിക ദീക്കുൻ. രണ്ടാമത്തത് പിടക്കോയി കൊടുത്തിട്ട് ചോദിച്ചിട്ടുള്ളത്. തിൽക ദജാജത്തുൻ, തിൽക ദജാജത്തുൻ, അതൊരു പിടക്കോഴിയാണ്. എങ്ങനെ ചോദിക്കും? മാ തിൽക, അതെന്താണ്? ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അൽ ഹഖീബത്തു അല തോവില, ബാഗ് എവിടെ? മേശപ്പുറത്താണ്. അപ്പൊ എങ്ങനെ ചോദിക്കും? ഐനൽ ഹഖീബത്തു, ബാഗ് എവിടെ? ഇനി മൂന്നാമത്തെ പ്രവർത്തനം നുകമ്മിലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്ത പോലെ തന്നെ പൂരിപ്പിക്കാം. ഉദാഹരണം നോക്കൂ. യശ്രിബു മാജിദുൻ അൽ മാ, മാജിദ് വെള്ളം കുടിക്കുന്നു. രണ്ടാമത്തത് ഡാഷ് അൽ വലദു ഇലൽ മദ്രസത്തി, ഏതാ കൊടുക്ക? യദ്ഹബു എന്നാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? കുട്ടി എന്നുള്ള വലതി എന്നുള്ള മുദക്കറാണ്, അഥവാ പുല്ലിംഗമാണ്. അതുകൊണ്ട് യദ്ഹബു, യാ കൊണ്ടുള്ള മുദാരിയ കൊടുക്കുക. കുട്ടി മദ്രസയിലേക്ക് പോകുന്നു. 3 ഡാഷ് അൽ ബിന്തു മിനൽ ഹൗലി, എന്താ കൊടുക്ക? തത്തവല്ല എന്നാ കൊടുക്കേണ്ടത്. കാരണം ബിന്ത് എന്നുള്ള എന്താണ്? മുഅന്നസ് അഥവാ സ്ത്രീലിംഗമാണ്, പെണ്ണാണ്. അതുകൊണ്ട് തത്തവല്ല ഓ, താവ് കൊണ്ട് തുടങ്ങുന്നതാ കൊടുക്കുക. പെൺകുട്ടി ഹൗലിൽ നിന്ന് ഉളുവെടുക്കുന്നു. മൂന്നാമത്തത് ഡാഷ് ബാസിമുൻ മിനൽ മസ്ജിദി, എന്താ കൊടുക്ക? യർജിഉ, ബാസിമ് പള്ളിയിൽ നിന്ന് മടങ്ങുന്നു. ബാസിമുൻ എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ട് അവിടെ യാവ് കൊണ്ട് തുടങ്ങുന്ന യർജു എന്ന് കൊടുക്കുക. 4 ഡാഷ് അൽ ഉമ്മു ഫിൽ ബൈത്തി, എന്താ കൊടുക്ക? തദ്ഖുലു എന്ന് കൊടുക്കുക. തദ്ഖുലുൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു. ഉമ്മ എന്നുള്ള സ്ത്രീലിംഗമായതുകൊണ്ട് എന്താ കൊടുക്കേണ്ടത്? താവ് കൊണ്ട് തുടങ്ങുന്ന തദ്ഖുലു എന്നാണ് കൊടുക്കുക. ഇനി നാലാമത്തെ പ്രവർത്തനം നുകമ്മിലു ബിൽ അയ്യാം, ദിവസങ്ങളെ കൊണ്ട് പൂരിപ്പിക്കാം. 1, 3, 5. ഒന്നാമത്തെ ദിവസം എന്ന് പറയാം യൗമുൽ അഹദ്. മൂന്നാമത്തെ ദിവസം യൗമുൽ സലാസ. അഞ്ചാമത്തെ ദിവസം യൗമുൽ ഖമീസ്. ഇങ്ങനെ കൊടുക്കാം. ഉദാഹരണത്തിന് കൊടുത്തിട്ടുണ്ട്. യൗമുൽ ഇസ്നൈൻ, 2 യൗമുൽ ഇസ്നൈനി, 4 യൗമുൽ അർബഅ, 6 യൗമുൽ ജുമുഅ. എന്താ കൊടുക്കുക? യൗമുസ് സബത്ത്. 7ാമത്തെ ദിവസത്തിന് യൗമുസ് സബത്ത്, ശനിയാഴ്ച. 5ാമത്തെ പ്രവർത്തനം എന്താ? നഫ്ഹമുൽ ജിഹാത്ത് വനുകമ്മിലു,
ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് പൂരിപ്പിക്കാം. ഫൗക്ക്, ഒരു കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ മുകൾ ഭാഗത്ത് എന്ന് പറയാം ഫൗക്ക് എന്ന് പറയാം. വലതു ഭാഗത്തിനോ യമീൻ, മുൻഭാഗത്തിന് അമാം, താഴ്ഭാഗത്തിന് തഹ്ത്ത്, ഇടത് ഭാഗത്തിന് ഷിമാലുള്ള കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ അപ്പുറത്തെ ചിത്രം. അങ്ങോട്ട് നോക്കുന്ന ഒരു കുട്ടിയാണ്. അതിന് മുകൾ ഭാഗത്തിന് ഫൗക്ക്, ഇടത് ഭാഗത്തിന് ഷിമാൽ, വലത് ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് എന്താണ് യമീന്, പിൻഭാഗത്തിന് വറ കൊടുത്തിട്ടുണ്ട്, താഴ്ഭാഗത്തിന് തഹ്ത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ ചുവന്ന എഴുതിയിട്ടുള്ളതാണ് എന്ത് ചെയ്ത് ഫില്ല് ചെയ്യേണ്ടത്. ഇനി അവസാനത്തെ ഒരു വർക്ക് നുതർജമു ഇലാ മലയാളം, മലയാളത്തിലേക്ക് മാറ്റാനാണ്. 1 കലമുൻ അഹ്മറു, ചുവന്ന പേന. 2 മാഞ്ച അഖ്ലറു, പച്ചമാങ്ങ. 3 ഫീലിൻ അസ്വദു, കറുത്താന. 4 മൗസുൻ അസ്ഫറു, മഞ്ഞപ്പഴം. 5 തിസ്അത്ത് കുത്തുബിൻ, 9 പുസ്തകങ്ങൾ. 6 15 അർണബൻ, 15 മുഴലുകൾ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.